Hello. Welcome to Market Discussion of the Day. Today, June 26, 2026, Friday ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജൂലൈ 5 നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 7 ദിവസത്തെ ക്ലാസ് ആണ്. ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആയിരിക്കും. ഓക്കെ, സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഈ ആഴ്ച പ്രത്യേകിച്ച് വലിയ ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ മെനഞ്ഞാന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ആ സ്പീച്ചിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, അമേരിക്കയുടെ ഗോൾഡൻ ഏജിലോട്ട് കടന്നു കഴിഞ്ഞു എന്നുള്ളൊരു കാര്യമാണ്. അവരുടെ എക്കണോമിയൊക്കെ ഭയങ്കര ഹൈലി റെസിലിയൻ്റ് ആണ്. ഓക്കെ, ഡ്രിവൺ ബൈ മാസിവ് AI ടെക് ബൂം എന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്തൊക്കെ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. ഓക്കെ, സോ അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിൽ എന്താ പറയുക, കപ്പലുകൾ പോകാൻ തുടങ്ങി. അതിലൂടെ എണ്ണ വില നല്ല രീതിയിൽ കുറഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളും, അതേപോലെ തന്നെ നമ്മുടെ ഇമ്പാക്റ്റ് ഓൺ US ഡോളറിൻ്റെ വാല്യൂ സ്ട്രെങ്ത് കൂടുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളിക്കാരൻ മെൻഷൻ ചെയ്ത് പോയിട്ടും ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അത് മാത്രമല്ല നമ്മുടെ PPIയുടെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതും പോസിറ്റീവായിരുന്നു. US ഡോളറിന് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ആ ഒരു ന്യൂസും വന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടെക്നിക്കൽ സൈഡിലോട്ടും പോകാം. ഓക്കെ, സോ ടെക്നിക്കൽ സൈഡിൽ നമുക്കിപ്പം ഗോൾഡിൻ്റെ ചാർട്ടിൽ നോക്കാൻ നേരത്ത് ഗോൾഡ് ഇപ്പം 4027 ലെവലിൽ നിൽക്കുന്നു. ഓക്കെ, 4025-27 ലെവലിൽ നിൽക്കുന്നു. സോ ബേസിക്കലി ഒരു ബെയറിഷ് ട്രെൻഡാണ് നമുക്ക് ഗോൾഡിനകത്ത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഗോൾഡ് ഓൾമോസ്റ്റ് 4500 5500 വരെയൊക്കെ റീച്ചായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 4000 വന്ന് കിടക്കുകയാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലോങ്ങർ ടേമിലോട്ട് നമുക്ക് 3990 അവിടെ നിന്നൊക്കെ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ 3990 അവിടെ നല്ല രീതിയിൽ ബൗൺസ് ചെയ്ത് നമുക്ക് 4030 അവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിട്ട് താഴോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സോ ബേസിക്കലി എനിക്ക് പറയാനായിട്ടുള്ള ഈ ഒരു പൊസിഷനിൽ നിന്നൊക്കെ നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഇവിടുന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 4045 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്. നിങ്ങൾക്കൊരു 1:2 റേഷ്യോയിലോ അല്ലെങ്കിൽ 1:1.5 റേഷ്യോയിലോ നിങ്ങൾക്ക് ടേക്ക് പ്രോഫിറ്റ് വെച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ബേസിക്കലി 4030 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്ന കണ്ടാൽ അവിടുന്ന് നമുക്കൊരു നമ്മുടെ ഇത് മാറും. അവിടുന്ന് നല്ല രീതിയിൽ മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റിയാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വേണം ട്രേഡ് എടുത്ത് പോകാനായിട്ട്. ഓക്കെ, സോ നേരെ നമ്മൾ GBP/USD പോകാം. GBP/USD 1.3198 നിൽക്കുന്നു. ഓക്കെ, സോ ബേസിക്കലി 1.3200 മുകളിൽ കയറുമോ എന്ന് ചോദിച്ചാൽ കയറിയാൽ മാത്രമാണ് നമുക്കൊരു അപ് ട്രെൻഡ് ആയി മാർക്കറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അല്ലാത്ത പക്ഷം നമുക്കൊരിക്കലും നമുക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന കാര്യത്തിനകത്ത് നല്ല രീതിയിലുള്ള ഒരു ഡൗട്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ 1.3100. അപ്പോൾ ഇന്ന് എനിക്ക് പ്രത്യേകിച്ചൊന്നും GBPയിൽ പറയാനായിട്ടില്ല. ഇന്ന് അവസാനിക്കുന്നത് 1.3200 മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 1.3200 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു എൻട്രി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അല്ലാത്ത പക്ഷം മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെ ആയിരിക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അതാണ് എനിക്ക് നമ്മുടെ GBP/USD പറയാനായിട്ടുള്ളത്. യൂറോയും അതേ അവസ്ഥ തന്നെയാണ്. 1.1376 ബെയറിഷാണ്. നമുക്ക് എന്താണ് അവസ്ഥ എന്നുള്ളൊരു കാര്യം നമുക്ക് ഇതേവരെ ഒരു ട്രെൻഡ് നമുക്ക് കണ്ടുപിടിക്കാറായിട്ടില്ല. ഇപ്പോഴും നമുക്ക് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. സോ 1.1400 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് യൂറോയിലും GBPയിലും ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നേരെ നമ്മൾ USD JPYയിലോട്ട് വരാം. USD JPY 161.70 നിൽക്കുന്നു. സോ നമ്മുടെ കഴിഞ്ഞ 30 വർഷത്തെ ഓൾ ടൈം ഹൈയിലാണ് JPY നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കണക്ക് ബേസിക്കലി USD JPY അപ് ട്രെൻഡാണ്. ഓക്കെ, കാരണം US ഡോളർ ഇത്രയും സ്ട്രെങ്തൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ് ട്രെൻഡ് തന്നെയാണ് അല്ലേ. സോ പക്ഷേ നമ്മൾക്ക് ഇവിടെ ഓൾ ടൈം ഹൈ ആയതിൻ്റെ പേരിൽ നമുക്ക് 162 അവിടെ നിന്ന് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. 162 അവിടെ നിന്ന് സെല്ല് ചെയ്യുന്ന ആൾക്കാർ 162.50 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് നമ്മൾ തുടങ്ങുകയാണ് എങ്കിൽ
ജാപ്പനീസ് ഗവൺമെൻറ് ഇതിനകത്തോട്ട് ഇടപെട്ട്, അല്ലെങ്കിൽ ബാങ്ക് ഓഫ് ജപ്പാൻ ഇതിനകത്തോട്ട് ഇടപെട്ട് ഇൻ്റർവെൻഷൻ ഉണ്ടാവും. ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ്റെ കയ്യിലുള്ള എല്ലാ ഡോളേഴ്സും അവർ വിറ്റുകൊണ്ട് അവരെന്ത് ചെയ്യും, ജാപ്പനീസ് യെൻ വാങ്ങുന്നൊരു പ്രോസസ്സാണ് അവരുടെ ജാപ്പനീസ് യെന്നിൻ്റെ വാല്യൂ കൂട്ടാനായിട്ട്. ഓക്കെ, സോ ആ പ്രോസസ്സ് ഉണ്ടായാൽ ഒറ്റയടിക്ക് ഒരു 300 to 500 പിപ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഉണ്ടാവാം. അതുകൊണ്ടിട്ട് ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പൊസിഷൻ എടുക്കാം. സോ നിങ്ങൾക്കുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ 70 പിപ്സിൻ്റെ റിസ്ക്കാണ്, നിങ്ങളുടെ റിവാർഡ് എന്ന് പറഞ്ഞാൽ 300 to 500 പിപ്സിൻ്റെ റിവാർഡാണ്. ഓക്കെ, സോ ആ ഒരു റിസ്ക് എടുക്കാമെന്നുള്ള ആൾക്കാർ മാത്രമേ അത് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഓൾ ടൈം ഹൈ ആയതിൻ്റെ പേരിൽ അവിടെ ഇൻ്റർവെൻഷൻ ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് മാർക്കറ്റ് താഴോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും എല്ലാം എത്തിക്കുക. അടുത്ത ആഴ്ച നമ്മുടെ പുതിയ ബാച്ചിൻ്റെ കാര്യം, അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, പുതിയ ബ്രോക്കേഴ്സ് നോക്കുന്ന ആൾക്കാർ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ എന്താ പറയുക, ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ ഒരുപാട് പേര് ചോദിക്കുന്നു. ഞാൻ സ്റ്റാർ ട്രേഡർ എന്ന് പറഞ്ഞൊരു ബ്രോക്കറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ റെഗുലേഷൻസും ഉള്ളൊരു ബ്രോക്കറാണ്. അതിൻ്റെ കൂടെ തന്നെ എന്താ പറയുക, നല്ല രീതിയിലുള്ള ബോണസും കമ്പനി തരുന്നുണ്ട്. സോ ബ്രോക്കേഴ്സ് നല്ല നോക്കുന്നുള്ള ആൾക്കാർ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയയ്ക്കുക. എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്ത് തരികയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.